ഇന്ന് നമ്മൾ ജീവിക്കുന്ന ഈ സാഹചര്യത്തിൽ ഒരു സാധാരണക്കാരന് ഏറ്റവും അധികം നെഞ്ചുപൊള്ളുന്ന രണ്ട് കാര്യങ്ങൾ ഏതാണെന്ന് ചോദിച്ചാൽ അതിന് ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ. ഒന്ന്, നമ്മുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പെട്രോളും ഡീസലും. രണ്ടാമത്തേത്, പാവപ്പെട്ടവൻ്റെയും മധ്യവർഗത്തിൻ്റെയും ഏറ്റവും വലിയ സമ്പാദ്യമായ സ്വർണവും. ഇന്ന് ഒരു പവൻ സ്വർണം വാങ്ങണമെങ്കിലോ അല്ലെങ്കിൽ വണ്ടിയിലോട്ട് 1 ലിറ്റർ പെട്രോൾ അടിക്കണമെങ്കിലോ സാധാരണക്കാരൻ്റെ പോക്കറ്റ് പൂർണ്ണമായും ചോരുന്ന അവസ്ഥയാണ്. സ്വർണ്ണവിലയും ഇന്ധനവിലയും സർവകാല റെക്കോർഡുകളും ഭേദിച്ച് മുന്നേറുകയാണ്. വിലക്കയറ്റം കൊണ്ട് ജനങ്ങൾ ജീവിക്കാൻ വഴിയില്ലാതെ വലയുമ്പോൾ സോഷ്യൽ മീഡിയയിലാകെ ചില കപട പ്രചരണങ്ങൾ നടക്കുന്നുണ്ട്. പണ്ട് UPA ഭരണകാലത്തും ഇങ്ങനെയായിരുന്നു എന്ന്. മൻമോഹൻ സിംഗ് രാജ്യം നശിപ്പിച്ചു എന്നൊക്കെയാണ് ചിലരുടെ വാദം. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ കുറച്ച് നഗ്നമായ യാഥാർത്ഥ്യങ്ങൾ കൃത്യമായ കണക്കുകളോടെ പരിശോധിക്കാൻ പോവുകയാണ്. മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ UPA കാലവും നരേന്ദ്രമോദിയുടെ NDA കാലവും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ ആരാണ് ജനങ്ങളെ ശരിക്കും പിഴിഞ്ഞത് എന്ന് നമുക്ക് മനസ്സിലാകും. നമുക്ക് ആദ്യം തന്നെ ചില കണ്ണു തുറപ്പിക്കുന്ന കണക്കുകളിലേക്ക് വരാം. അന്ന് മൻമോഹൻ സിംഗ് ഭരണം ഒപ്പിയൊഴിയുന്ന 2014 കാലഘട്ടത്തിൽ ഒരു ഡോളറിൻ്റെ മൂല്യം വെറും 58 മുതൽ 60 രൂപ വരെയായിരുന്നു. ഇന്ന് മോദി ഭരണത്തിൽ രൂപ തകർന്ന് തരിപ്പണമായി ഡോളറിന് 83 രൂപയ്ക്ക് മുകളിൽ എത്തി നിൽക്കുകയാണ്. അന്ന് മൻമോഹൻ സിംഗിൻ്റെ കാലത്ത് പെട്രോളിന് 71 രൂപയും ഡീസലിന് 55 രൂപയുമായിരുന്നു. ഇന്ന് കേരളത്തിൽ പെട്രോൾ വില 106 മുതൽ 109 രൂപ വരെയാണ്. ഡീസൽ വില 95 രൂപയ്ക്ക് മുകളിലും. ഇനി സ്വർണത്തിൻ്റെ കാര്യം നോക്കൂ. അന്ന് ഒരു പവൻ സ്വർണത്തിന് വെറും 22,000 രൂപയായിരുന്നു വിലയെങ്കിൽ ഇന്ന് അത് 1,15,000 രൂപയും കടന്ന് മുന്നേറുകയാണ്. അന്ന് 1 കിലോ വെള്ളിക്ക് 40,000 രൂപയായിരുന്നെങ്കിൽ ഇന്ന് അത് 85,000 രൂപയ്ക്ക് മുകളിലായി. ഇവിടെയാണ് BJP സർക്കാരിൻ്റെ പകൽക്കൊള്ള നമ്മൾ തിരിച്ചറിയേണ്ടത്. പണ്ട് മൻമോഹൻ സിംഗ് ഭരിച്ചിരുന്ന കാലത്ത് അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിലിന്, അതായത് എണ്ണയ്ക്ക് കടുത്ത വിലയായിരുന്നു. ഒരു ബാരലിന് 110 മുതൽ 120 ഡോളർ വരെ ഉയർന്ന റെക്കോർഡ് നിരക്കിലായിരുന്നു അന്ന് ക്രൂഡ് ഓയിൽ വില. എന്നിട്ടും മൻമോഹൻ സിംഗ് സർക്കാർ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാതെ സബ്സിഡികൾ നൽകി ഇന്ത്യയിൽ പെട്രോൾ വില 74 രൂപയിൽ താഴെ പിടിച്ചു നിർത്തി സാധാരണക്കാരനെ സംരക്ഷിച്ചു. എന്നാൽ ഇന്ന് അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില 75 ഡോളറായി പകുതിയോളം കുറഞ്ഞു നിൽക്കുകയാണ്. എണ്ണവില പകുതിയായി കുറഞ്ഞിട്ടും മോദി സർക്കാർ ഇന്ധന നികുതി കുത്തനെ കൂട്ടി പെട്രോൾ വില 109 രൂപയാക്കി ജനങ്ങളെ ക്രൂരമായി കൊള്ളയടിക്കുന്നു. കോർപ്പറേറ്റുകളുടെ കീശ വീർപ്പിക്കാൻ സാധാരണക്കാരനെ പിഴിയുന്ന തലതിരിഞ്ഞ സാമ്പത്തിക നയമാണിത്. നമ്മൾ ചരിത്രം ഒരിക്കലും മറക്കാൻ പാടില്ല. അന്ന് UPA ഭരണകാലത്ത് പെട്രോളിന് വെറും 50 പൈസയോ 1 രൂപയോ കൂടുമ്പോൾ കേരളത്തിലെ തെരുവുകളിൽ BJP നേതാക്കളും അണികളും നടത്തിയിരുന്ന ചില സമര നാടകങ്ങളുണ്ടായിരുന്നു. കാട്ടാക്കടയിലും തമ്പാനൂരിലും തൃശ്ശൂരിലുമൊക്കെ BJP പ്രവർത്തകർ റോഡിലിറങ്ങി ബൈക്കുകൾ കയർ കെട്ടി വലിയ ആവേശത്തോടെ തള്ളിക്കൊണ്ട് നടക്കുമായിരുന്നു. പെട്രോൾ അടിക്കാൻ കാശില്ലാത്തതിനാൽ ഇരുചക്ര വാഹനങ്ങൾ തള്ളി പ്രതിഷേധിക്കുന്നു എന്നായിരുന്നു അന്ന് മാധ്യമങ്ങൾക്ക് മുന്നിലെ അവരുടെ വലിയ വലിയ ഷോകൾ. ദേശീയ നേതാക്കൾ ഡൽഹിയിൽ സിലിണ്ടർ തലയിലേറ്റ് നടന്നപ്പോൾ കേരളത്തിലെ അണികൾ റോഡിലിരുന്ന് വിറകടുപ്പ് കൂട്ടി ചായ ഉണ്ടാക്കി. ഇരുചക്ര വാഹനങ്ങൾ റോഡരികിൽ കിടത്തി അതിനു മുകളിൽ റീത്ത് വെച്ച് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ മരിച്ചു എന്ന് നാടകം കളിച്ചവരാണിവർ. എന്നാൽ ഇന്ന് പെട്രോൾ 109 രൂപയായിട്ടും സാധാരണക്കാരൻ വണ്ടി പുറത്തിറക്കാൻ പറ്റാതെ വിയർപ്പ് മുട്ടുമ്പോഴും അന്ന് വണ്ടി തള്ളിയ ഒരു BJP-കാരനെയും ഇന്ന് തെരുവിൽ കാണാനില്ല. അന്ന് വിലക്കയറ്റത്തിനെതിരെ ഇവർ സമരം ചെയ്തത് ജനങ്ങളോടുള്ള സ്നേഹം കൊണ്ടായിരുന്നില്ല, മറിച്ച് അധികാരം പിടിക്കാനുള്ള വെറും ഒരു കപട നാടകം മാത്രമായിരുന്നു എന്ന് ഇവരുടെ ഇന്നത്തെ ഈ കല്ല് വെച്ച മൗനം തെളിയിക്കുന്നുണ്ട്. പ്രതിപക്ഷ പാർട്ടികൾ ഇന്ന് UPA കാലത്തെ സാമ്പത്തിക നയങ്ങളെ വൈറ്റ് പേപ്പർ ഇറക്കി വിമർശിക്കാൻ ശ്രമിക്കാറുണ്ട്. എന്നാൽ ചരിത്ര സത്യം എന്താണ്? പ്രശസ്ത സാമ്പത്തിക ശാസ്ത്രജ്ഞനും മുൻ RBI ഗവർണറുമായ രഘുറാം രാജൻ ഉൾപ്പെടെയുള്ള വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് 2008 ലോകമാകെ തകർന്നടിഞ്ഞ കടുത്ത ആഗോള സാമ്പത്തിക മാന്ദ്യം ഉണ്ടായപ്പോൾ ഇന്ത്യയെ ഒരു പോറൽ പോലും ഏൽക്കാതെ കാത്തുസൂക്ഷിച്ചത് മൻമോഹൻ സിംഗിന്റെ അസാധാരണമായ സാമ്പത്തിക തന്ത്രങ്ങളായിരുന്നു എന്നാണ്. അമേരിക്കയും യൂറോപ്പും തകർന്നടിഞ്ഞപ്പോൾ ഇന്ത്യ സുരക്ഷിതമായിരുന്നു.
അക്കാലത്താണ് US ആണവ കരാർ ഒപ്പിടാൻ മൻമോഹൻ സിംഗ് തന്റെ സർക്കാർ വീഴുമെന്ന ഘട്ടത്തിൽ പോലും ധീരമായ നിലപാടെടുത്തത്. ഇന്ത്യയുടെ ഊർജ്ജ ഭദ്രതയ്ക്കും ദീർഘകാല വികസനത്തിനും അടിത്തറയിട്ടതായിരുന്നു ആ തീരുമാനം. അനാവശ്യമായ വിദ്വേഷ പ്രസംഗങ്ങൾ നടത്താതെ രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടി മാത്രം സൈലന്റായി ജോലി ചെയ്ത ഭരണാധികാരിയായിരുന്നു അദ്ദേഹം. തൊഴിലുറപ്പ് പദ്ധതിയിലൂടെയും വിവരാവകാശ നിയമത്തിലൂടെയും സാധാരണക്കാരന് ജീവിക്കാനുള്ള അവകാശവും അഴിമതിക്കെതിരെ പോരാടാനുള്ള ആയുധവും നൽകിയത് UPA സർക്കാരാണ്. കോടിക്കണക്കിന് പാവപ്പെട്ട മനുഷ്യരെയാണ് മൻമോഹൻ സിംഗ് സർക്കാർ ദാരിദ്ര്യരേഖയ്ക്ക് മുകളിലേക്ക് ഉയർത്തിയത്. ഇനി നമുക്ക് മോദി ഭരണത്തിലേക്ക് വരാം. വലിയ അവകാശങ്ങളോടെ വന്ന ഭരണകൂടം ജനങ്ങൾക്ക് നൽകിയത് എന്താണ്? ദീർഘവീക്ഷണമില്ലാത്ത നോട്ട് നിരോധനം രാജ്യത്തെ ചെറുകിട വ്യാപാരികളുടെ നട്ടെല്ലൊടിച്ചു. അശാസ്ത്രീയമായി GST സാധാരണക്കാരന്റെ നിത്യോപയോഗ സാധനങ്ങൾക്ക് വരെ വില കൂട്ടി. കോർപ്പറേറ്റുകൾക്ക് കോടിക്കണക്കിന് രൂപയുടെ നികുതി ഇളവുകൾ നൽകുമ്പോൾ പാവപ്പെട്ടവൻ വാങ്ങുന്ന പാലിനും അരിക്കും വരെ GST ചുമത്തുന്ന വിചിത്രമായ നയമാണ് ഇന്ന് രാജ്യത്തുള്ളത്. സ്വർണ്ണവില ഇന്ന് സാധാരണക്കാരന് ചിന്തിക്കാൻ പോലും പറ്റാത്ത ഉയരത്തിലാണ്. രൂപയുടെ മൂല്യം ചരിത്രത്തിലെ ഏറ്റവും താഴ്ന്ന നിലയിലെത്തി. വികസനത്തിന്റെ തിളങ്ങുന്ന പരസ്യങ്ങൾ വരുമ്പോഴും കടക്കണിയിലായി ആത്മഹത്യ ചെയ്യുന്ന കർഷകരുടെയും തൊഴിലില്ലാതെ അലയുന്ന യുവാക്കളുടെയും എണ്ണം വർദ്ധിച്ചു വരികയാണ്. ഒരു വശത്ത് കോർപ്പറേറ്റുകൾ കൂടുതൽ സമ്പന്നരാകുന്നു, മറുവശത്ത് സാധാരണക്കാരൻ കൂടുതൽ ദരിദ്രനാകുന്നു. കേവലം സാമ്പത്തിക കാര്യങ്ങളിൽ മാത്രമല്ല, ഒരു പ്രധാനമന്ത്രി പദവിയുടെ അന്തസ്സ് കാത്തു സൂക്ഷിക്കുന്നതിലും ഇവർ തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. രാഷ്ട്രീയമായ വിയോജിപ്പുകൾ ഉണ്ടെങ്കിൽ പോലും മൻമോഹൻ സിംഗ് ഒരിക്കലും ജനങ്ങളെ വിഭജിക്കുന്ന തരത്തിലോ ജാതിയുടെയും മതത്തിന്റെയും പേരിൽ ചേരിതിരിവുണ്ടാക്കുന്ന തരത്തിലോ സംസാരിച്ചിട്ടില്ല. മാന്യതയും അന്തസ്സുമായിരുന്നു അദ്ദേഹത്തിന്റെ മുഖമുദ്ര. എന്നാൽ ഇന്ന് സ്വന്തം പരാജയങ്ങൾ മറച്ചുവെക്കാൻ വിദ്വേഷ പ്രസംഗങ്ങളെ കൂട്ടുപിടിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. BJP പണ്ട് വിലക്കയറ്റത്തിനെതിരെ സമരം ചെയ്തത് ജനങ്ങളോടുള്ള സ്നേഹം കൊണ്ടായിരുന്നില്ല, മറിച്ച് അധികാരം പിടിക്കാനുള്ള ഒരു വഴി മാത്രമായിരുന്നു എന്ന് ഇന്നത്തെ അവരുടെ മൗനം തെളിയിക്കുന്നുണ്ട്. മൻമോഹൻ സിംഗ് എന്ന ശാന്തനായ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ ഭരിച്ച ഇന്ത്യയും ഇന്നത്തെ ഇന്ത്യയും തമ്മിലുള്ള വ്യത്യാസം ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. സാധാരണക്കാരന്റെ പോക്കറ്റടിക്കുന്ന ഈ ഭരണകൂട നയങ്ങൾക്കെതിരെ നമുക്ക് ഒരുമിച്ച് ശബ്ദമുയർത്താം. ഈ ഒരു താരതമ്യത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നന്ദി.